ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ സംഭവം എത്ര ഡേഞ്ചറാന്നുള്ള കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. കാരണം അതെൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണും. കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പേജ് തുടങ്ങി തന്നെ എൻ്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്നുള്ള ഡ്രീമിലേക്ക് കടക്കാൻ വേണ്ടി ഒരു മുന്നോട്ട് വെക്കുന്ന സംഭവമായിട്ട് ഞാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഈ പേജ് തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ പേജ് തുടങ്ങി, അതിനുള്ള പേര് കണ്ടുപിടിച്ച് ചെയ്യാൻ തുടങ്ങി, അതിനുള്ള സെർച്ചിങ് തുടങ്ങി, പിന്നെ വീഡിയോസ് കണ്ടന്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ഞാൻ അതിന് വേണ്ടി സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്കൊരു ഭയങ്കരമായിട്ട് ഉള്ളിൽ സാധനങ്ങളായിരുന്നു. ഒന്നും പോരാ. കാരണം ക്ലാരിറ്റി പോരാ, വീഡിയോ പോരാ, കാര്യങ്ങൾ പോരാ. പക്ഷെ എനിക്ക് പയ്യെ പയ്യെ അതെല്ലാം കിട്ടാൻ തുടങ്ങി. കാരണം എനിക്ക് എൻ്റെ ഒരു ക്ലയന്റ് സാറ് എനിക്കൊരു മൈക്ക് തന്നു സ്വന്തമായിട്ട്. ആ മൈക്കിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോൺ ക്ലാരിറ്റി പോരാ, ഞാൻ ഫോൺ എടുത്തു. പക്ഷെ ഞാൻ ഈ ഐഫോൺ എടുത്തിട്ട് ഞാൻ ഇതിലാകെ കൂടി ഒരു വീഡിയോ ചെയ്തത് 2 വട്ടമാണ്. അതെങ്ങനെയാന്ന് വെച്ചാ എനിക്ക് എല്ലാം കിട്ടിയപ്പോ ഫോണും എല്ലാം ആയപ്പോ പിന്നെ എനിക്ക് മടി കയറാൻ തുടങ്ങി. കാരണം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യണം കാര്യങ്ങൾ. അപ്പോഴേക്കും എനിക്ക് ക്ഷീണമാണ്. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. എനിക്ക് കിടന്നുറങ്ങണം, വേറെ ഒന്നും ചെയ്യാനില്ല. ക്ഷീണമാണ്. അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യണം. അപ്പൊ ഞാൻ ആകെ ഒരു കംഫർട്ട് സോൺ, എൻ്റെ ഒരു കംഫർട്ട് സോൺ ലെവലിലേക്ക് മാത്രം ഞാൻ മാറി തുടങ്ങി. പിന്നീട് ഞാൻ പയ്യെ പയ്യെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടായി. അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിനെ പറ്റി ഞാൻ തീരെ നോക്കാണ്ടായി. അതും പോരാണ്ട് അതിനിടയിൽ എന്താ പറയാ, എനിക്ക് ഒന്നിനും ഒരു കുറവില്ലാണ്ട് തുടങ്ങി. ഒരു ഫുഡ് കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവുണ്ടായില്ല. കാരണം പൈസയ്ക്കും ഒന്നിനും ഒരു കുറവുണ്ടായില്ല. സോ അപ്പൊ ഞാൻ ഭയങ്കര കംഫർട്ടായി. ഫുഡിനാന്ന് വെച്ചാൽ ഒന്നിനും കുറവില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ശരീരം തന്നെ ഞാൻ മറന്ന് ജീവിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഫുഡ് ഞാൻ കഴിക്കാൻ തുടങ്ങി. എന്താ തോന്നുന്ന ലൈഫ് സ്റ്റൈൽ എനിക്ക് ഒരു ലേസി ലൈഫ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് വേറൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളതൊക്കെ തിന്നും. മധുരം വെച്ചാൽ മധുരം. ഞാൻ ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് നാൾ മുന്നേ അങ്ങനെ ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്താ പറയാ, ആ കംഫർട്ട് സോൺ ശരിക്കും എന്നെ കാർന്ന് തിന്നാന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പിലേക്ക് എത്തി ഞാൻ. സത്യം പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാണ്ടായി. വർക്കൗട്ട് ചെയ്യാണ്ടായി. പിന്നെ വർക്കൗട്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തു. ഒരു പ്രോപ്പർ റൂട്ടീൻ ഇല്ലാണ്ടായി. എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയ പോലെ. പിന്നെ ഞാനിപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എവിടെ എത്തി എന്നുള്ളത്.